ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞിന് ഇന്നലെ ഒരു കിച്ചൺ സെറ്റ് കൊണ്ടുവന്നു. എൻ്റെ ദൈവമേ, അതിനകത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അച്ചപ്പം മുതൽ അച്ചപ്പത്തിൻ്റെ അച്ചും മുതൽ ഒരപ്പന്, തവകൾ, എന്താണോ ഇനിയും നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും ആ സാധനത്തിനകത്തുണ്ട്. ഈ ഒരു സാധനം വരാൻ വേണ്ടി എൻ്റെ പൊന്നു മോനെ വർഷങ്ങളുടെ കാത്തിരിപ്പ്. കുറേ മാസം കൊണ്ട് പറയുന്നു എനിക്കൊരു കിച്ചൺ സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ. സൈമണ്ണൻ കുറേ ആദ്യമൊക്കെ കുറേ പള്ളൊക്കെ പറഞ്ഞെങ്കിലും അത് ചായപാത്രമാണ്, ഗ്യാസ് സ്റ്റൗവ്, അങ്ങനെ കുറേ എന്തൊക്കെയാണോ എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും അത് ഓർഡർ ചെയ്ത്. ചീനിച്ചട്ടിയൊക്കെ നല്ല സൂപ്പർ സ്ട്രോങ് ചീനിച്ചട്ടിയാണ്. പിന്നെ മിക്സിയുടെ മാത്രമേ ഉള്ളൂ, മിക്സി അടപ്പ് തുറക്കാം എങ്കിലും സാധാ ഇതുപോലെ. മറ്റേതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ ബാക്കിയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഇതൊക്കെയുണ്ട്. നമ്മുടെ ഈ തൈര് കടയത്തില്ലേ, ആ തൈര് കടയുന്ന സാധനങ്ങൾ, ചിരവ, ഇത് പച്ചക്കറി അരിയണമെങ്കിൽ അത് അരിയാനായിട്ടും പിന്നെ തൈര് കടയാനും എല്ലാം ഉണ്ട്. സ്പൂണ് തന്നെ 3-4 സ്പൂണുകൾ. പിന്നെ ഇത് കണ്ട ഈ പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കപ്പ് സോസർ. പിന്നെ നമ്മുടെ ഇത് കണ്ട ഇഡലിക്കുട്ടത്തിൻ്റെ തട്ട്. പിന്നെ നമ്മുടെ ദോശത്തവ, ഏതാണ്ടൊക്കെ ഉണ്ട്. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെണ്ണ കടഞ്ഞെടുക്കുമായിരുന്നു ഞങ്ങളുടെ അമ്മ. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തു. മോനൊരു ചരുവത്തിനകത്ത് തൈരൊക്കെ എടുത്ത് ഇങ്ങനെ കടയുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് ദോശത്തവയാണ്. അങ്ങനെ പിന്നെ കുറേ സാധനങ്ങൾ കൊച്ചു ഇത് കണ്ട നമ്മൾ സാധനമൊക്കെ പൊക്കി പിടിക്കാൻ പറ്റി എടുക്കാനുള്ളത്. ഇത് എല്ലാം എന്തൊക്കെയാണോ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്പൂണുകൾ തന്നെ ഒരു 5-6 സ്പൂണുകളും തവകളും, പിന്നെ ചരുവം തന്നെ ഒരു 5-8 ചരുവങ്ങൾ, കൊച്ചു സ്പൂണുകൾ. ഒരാളുടെ സന്തോഷം കണ്ട മുഖത്തെ ആ പുഞ്ചിരി വിടർന്ന സന്തോഷം കാണുമ്പോഴത്തേക്ക് എല്ലാം മറന്ന് നമുക്ക് പിന്നെ അതിനകത്തിലൊന്നും കുഴപ്പമില്ല. പിന്നെ ആദ്യം വാങ്ങിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു സൈമണ്ണന് ഒരു മോന്തയ്ക്കൊക്കെ ഒരു കനമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അടിയിലൊരു മെഴുകുതിരിയൊക്കെ വെച്ച് അങ്ങോട്ട് തീ കത്തിച്ചിട്ട് ചായ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. കുഞ്ഞ് മെഴുകുതിരി കത്തിച്ച് അടി വെച്ച്, എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ചായ വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ തേയിലൊക്കെ ഇട്ടു. ഓടി ചായ തിളയ്ക്കുന്നുണ്ടേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓടി വന്ന് ഒരു വീഡിയോ എടുത്ത്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളിത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തീ കത്തിച്ചൊന്നും ചെയ്യരുത്. പിന്നെ ഇച്ചിരി വലിയ മുതിർന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്കറിയാമല്ലോ ഇത് വീണാൽ പൊള്ളും. അങ്ങനെയുള്ളവർ വേണേൽ ചെയ്യാം. അല്ലാതെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ മെഴുകുതിരി ഒന്നും കത്തിക്കുകയൊന്നും ചെയ്യരുതെന്ന് അനുകരിക്കരുത്. കപ്പ് സോസറി ചായയൊക്കെ ഒഴിച്ച് എൻ്റെ പൊന്നുമോനെ ഈ ചായ കുടിച്ച് ഞാൻ നോക്കി, എന്താ കിടിലൻ ചായ എന്ന് എനിക്കറിയത്തില്ല. ഇനിയും അവൾ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ചോറ് തന്നെ എടുത്തൊരു പാത്രത്തിൽ വെച്ചേക്കുകയാണ്. ബാക്കി എല്ലാ കറികളും അവൾ തന്നെ വെച്ചതാണ്. കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ അവിടെ പാത്രത്തിൽ തന്നെ അവൾ വെച്ചതാണ്. കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ച്, പുളിശ്ശേരി കാച്ചി, ഒരു കുഞ്ഞ് വാല്, നമ്മുടെ മത്തിയുടെ ഒരു കുഞ്ഞു വാലിൻ്റെ പുറകിന് നടന്ന വാല് വാങ്ങിച്ചിട്ട് ഇച്ചിരി കറിയും വെച്ച്, വാലെടുത്ത് കറിയും വെച്ച്, അത് ഒരെണ്ണം എടുത്ത് ചെറിയ കഷ്ണം 2 എടുത്ത് അത് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് അത് 2 കഷ്ണം വറുത്ത്. ഇത് മീൻകറി അവളുണ്ടാക്കിയതാണ്. കുഞ്ഞ് കഷ്ണം കട്ട് ചെയ്തിട്ട് ഇച്ചിരി മീൻകറിയും പിന്നെ പുളിശ്ശേരി, അങ്ങനെ കറികളെല്ലാം വെച്ച് ചോറ് എൻ്റെ അടിച്ചു മാറ്റിയതാണ്. അങ്ങനെ അവിടെ പാത്രത്തിൽ വിളമ്പിയിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ലിങ്ക്, കിച്ചൺ സെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.